ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ ഡിസ്കഷൻസൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ എന്താണ് ഈ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുത്തു, അവിടെ ഒരാൾ താമസിച്ചു, സപ്പോസ് ഒരു വർഷം മൊത്തം താമസിച്ചു, 12 മാസം താമസിച്ചു. പക്ഷെ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് 9 മാസത്തെ റെൻറ്റേ കിട്ടിയിട്ടുള്ളൂ. 3 മാസത്തെ റെൻറ്റ് എന്ത് ചെയ്യാൻ ബാക്കിയുണ്ട്? കിട്ടാൻ വേണ്ടി ബാക്കിയുണ്ട്. അപ്പോൾ ആ 3 മാസത്തെ റെൻറ്റിനെയാണ് നമ്മളെന്ത് വിളിക്കുക? അൺറിയലൈസ്ഡ് റെൻറ്റ്. അതായത് ഓണർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റാത്ത റെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ അത് ഓണറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നഷ്ടമാണ്. അപ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? മൈനസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അൺറിയലൈസ്ഡ് റെൻറ്റിന്. ഇനി അങ്ങനെ മൈനസ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. 4 കണ്ടീഷൻസ് ഉണ്ട്. ആ 4 കണ്ടീഷൻസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് എന്താണ്? റൂൾ 4 ഓഫ് ഇൻകം ടാക്സ് എന്നാണ്. ഇൻകം ടാക്സിലെ റൂൾ 4 അതാണ് 4 കണ്ടീഷൻസ് അൺറിയലൈസ്ഡ് റെൻറ്റിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യണമെങ്കിൽ ഞാനീ പറഞ്ഞ 4 കണ്ടീഷൻസ് എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അത് ടെനൻസി ഈസ് ബോണഫൈഡ്. ടെനൻസി എന്ന് പറഞ്ഞാൽ ആരാണ്? വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പം ആ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൗസ് ഓണറും ടെനൻറ്റും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ഒരു സൈൻഡ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കണം. മീൻസ് ഒഫീഷ്യൽ കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമതെന്താണ്? ദ ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഹാസ് വെക്കേറ്റഡ്. ഡിഫോൾട്ടിംഗ് എന്ന് എന്താണ്? നമുക്ക് റെൻറ്റ് തരാത്ത ടെനൻറ്റിനെയാണ് നമ്മളിത് വിളിക്കുക ഡിഫോൾട്ടിംഗ്, മുടക്കം വരുത്തുന്ന ആൾ അല്ലേ. ദ ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഹാസ് വെക്കേറ്റഡ് ഓർ സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ഹിം ടു ലീവ് ദി പ്രോപ്പർട്ടി. ഒന്നുകിൽ അയാൾ എന്തായിരിക്കണം? ആ പ്രോപ്പർട്ടി വെക്കേറ്റ് ചെയ്ത് പോയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അയാളെ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി എന്തിരിക്കണം? നിർബന്ധിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കണം. ഇനി ദ ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഈസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദി അസസി. അസസിയുടെ മറ്റൊരു പ്രോപ്പർട്ടിയിലും ടെനൻറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? താമസിക്കാൻ വേണ്ടി പാടില്ല. അതാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത്. സപ്പോസ് എക്സ് അസസിയാണെന്ന് വയ്ക്കുക. എക്സിന് 2 വീടുണ്ട്, ഹൗസ് 1 ആൻഡ് ഹൗസ് 2. എക്സ് ഹൗസ് 1 വൈക്ക് വാടകയ്ക്ക് കൊടുത്തു. വൈ എന്ന് പറയുന്ന ഒരാൾക്ക് വാടകയ്ക്ക് കൊടുത്തു. വൈ അവിടെ 12 മാസം താമസിച്ചു, പക്ഷെ 9 മാസം റെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പം 3 മന്ത് റെൻ്റ് എന്തായി? അൺറിയലൈസ്ഡായി. 3 മന്ത് റെൻ്റ് എന്തായി? അൺറിയലൈസ്ഡായി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം അൺറിയലൈസ്ഡ് റെൻറ്റ് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ ഓക്കെ ആയിരിക്കണം. അപ്പം ഒന്നാമത്തെ കണ്ടീഷൻ ഓക്കെയാണ്, രണ്ടാമത്തെ കണ്ടീഷനും ഓക്കെയാണ്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ ഡിഫോൾട്ടിംഗ് ടെനൻറ്റ് ഈസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. അപ്പം ഹൗസ് 1ഉം എക്സിൻ്റെതാണ്, ഹൗസ് 2ഉം എക്സിൻ്റെതാണ്. അപ്പം വൈ ഹൗസ് 1ൽ താമസിച്ചിട്ട് 3 മാസം റെൻറ്റ് കൊടുത്തിട്ടില്ല. അതേസമയം എക്സ് എന്ത് ചെയ്യാൻ പാടില്ല? വൈനെ എക്സിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ഹൗസ് 2ൽ എന്ത് ചെയ്യാൻ പാടില്ല? താമസിപ്പിക്കാനും പാടില്ല. അതാണ് ആ പോയിന്റ് പറയുന്നത്. നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് ദി എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദി അസസി. നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ താമസിച്ചു, അവർ വാടക തരുന്നില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരെ നമ്മുടെ മറ്റൊരു പ്രോപ്പർട്ടിയിലും എന്ത് ചെയ്യാൻ പാടില്ല? താമസിക്കാൻ അനുവദിക്കാൻ പാടില്ല. അതാണ് ആ പോയിന്റ്. ദെൻ ലാസ്റ്റ് വൺ, ദി അസസി ഹാസ് ടേക്കൺ ഓൾ റീസണബിൾ സ്റ്റെപ്സ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഗൽ പ്രൊസീഡിംഗ് ഫോർ ദി റിക്കവറി ഓഫ് അൺപെയ്ഡ് റെൻറ്റ്. നമുക്ക് കിട്ടാനുള്ള റെൻറ്റ് തിരിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തിരിക്കണം? ലീഗലി നടപടികൾ എടുത്തിരിക്കണം. ഇതാണ് 4 കണ്ടീഷൻസ്. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻസ്. MRV, FRV, സ്റ്റാൻഡേർഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റൊക്കെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് പറയാണ് ദി അസസി കുഡ് നോട്ട് റിയലൈസ് 2 മന്ത് റെൻറ്റ്. കാൽക്കുലേറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ അസസിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? 2 മാസം റെൻറ്റ് പിരിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണ്? അൺറിയലൈസ്ഡ് റെൻ്റാണ്. അപ്പോൾ അൺറിയലൈസ്ഡ് റെൻറ്റ് വരുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാറ്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ആ ഫോർമാറ്റിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് നോക്കാം എന്താ മാറ്റം എന്നുള്ളത്. നമ്മൾ ആദ്യം എന്താ ചെയ്തിരുന്നത്? ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അപ്പം ഇവിടെ അൺറിയലൈസ്ഡ് റെൻറ്റ് വരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതും കൂടി അവിടെ മൈനസ് ചെയ്യണം.
ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്യണം? അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യുക, ദെൻ മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. ഇനി നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് നമുക്ക് 2 ഡിഡക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 24A പ്രകാരം 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 24B പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ലോൺ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. GAV 2,40,000. അപ്പോൾ GAV എങ്ങനെ 2,40,000 കിട്ടിയെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടാവുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? MRVയും FRVയും കമ്പയർ ചെയ്തിട്ട് എന്തെടുക്കണം? വലുതെടുക്കണം. 2,20,000. ഈ 2,20,000 നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? SROമായിട്ട് കമ്പയർ ചെയ്യണം, സ്റ്റാൻഡേർഡ് റെൻറ്റായിട്ട് കമ്പയർ ചെയ്യണം. എന്നിട്ട് ചെറുതെടുക്കണം. അപ്പോൾ ചെറുതേതാ വരുന്നത്? 1,80,000. ഇനി 1,80,000 നമ്മൾ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. ഇവിടെ ആക്ച്വൽ റെൻറ്റ് പെർ മന്തിലാണ് തന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുക? 2,40,000. അപ്പം നമ്മുടെ GAV എന്ന് പറയുന്നത് എന്തായിരിക്കും? 2,40,000 ആയിരിക്കും. കാരണം SR 1,80,000 അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റെൻറ്റ് 1,80,000 ആണ് വരിക അല്ലേ? ആ 1,80,000 നമ്മൾ എന്തോ ഒരു കമ്പയർ ചെയ്യണം? ആക്ച്വൽ റെൻറ്റ് ഒരു കമ്പയർ ചെയ്യണം. അതായത് 2,40,000 ഒരു കമ്പയർ ചെയ്യണം. എന്നിട്ട് എന്തെടുക്കണം? വലുതെടുക്കണം. ഓക്കെ, ആ പ്രൊസീഡിങ്സ് ഒക്കെ സെയിം ആണ്, അതിൽ മാറ്റമൊന്നുമില്ലേ? അപ്പം GAV 2,40,000 കിട്ടി. ഇനി നമ്മളത് ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാം. GAV 2,40,000. ഇനി അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യണം. നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം എത്ര മാസമാണ് അൺറിയലൈസ്ഡ് റെൻ്റ് ഉള്ളത്? 2 month അൺറിയലൈസ്ഡ് റെൻറ്റാണ്. അപ്പം പെർ മന്ത് 20,000 ആണ്. 20,000 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അൺറിയലൈസ്ഡ് റെൻറ്റ് കിട്ടും. ദാറ്റ് ഈസ് 24,000. ഓക്കെ അല്ലേ? 24,000. ദെൻ മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മുനിസിപ്പൽ ടാക്സ് എത്രയാണ്? 10,000 രൂപയാണ് മുനിസിപ്പൽ ടാക്സ്. 10,000 രൂപ മുനിസിപ്പൽ ടാക്സ്. ദെൻ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NAV കിട്ടും, അതായത് നെറ്റ് ആനുവൽ വാല്യൂ. ഇപ്പോൾ 2,40,000 നിന്ന് 40,000ഉം 10,000ഉം മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ്? 1,90,000. ദെൻ അതിൽ നിന്ന് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24A സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മൈനസ് ചെയ്യാം. അതായത് 1,90,000ൻ്റെ 30%. 1,90,000ൻ്റെ 30%. അത് എത്ര വരുന്നുണ്ട്? 57,000 വരും. അപ്പം ദെൻ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24B ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് ഓൺ ലോണിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം NAV 1,90,000 ആണ്. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായ 57,000 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് 13,300. ദാറ്റ് ഈസ് യുവർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പം അൺറിയലൈസ്ഡ് റെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് GAVയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടി മൈനസ് ചെയ്യണം? അൺറിയലൈസ്ഡ് റെൻറ്റും കൂടി മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ? യെസ്.